ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൺ പീസ് ഈസ്റ്റ് ബ്ലൂ സാഗയിലെ 4ാമത്തെ ആർക്കായിട്ടുള്ള ബറാട്ടെ ആർക്കാണ്. 19 മുതൽ 30 വരെയാണ് ഈ ആർക്കിലെ എപ്പിസോഡ്സുകൾ. അതിലെ ആദ്യത്തെ 19, 20, 21, 22 എന്നീ 4 എപ്പിസോഡ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നീണ്ടു നേർന്നു കിടക്കുന്ന കടലിലൂടെ ഗോയിങ് മേരി പോയിക്കൊണ്ടിരിക്കുന്നു. കപ്പലിലാണെങ്കിൽ നമുക്കറിയുന്ന 4 പേരുണ്ട്: ലൂഫി, സോറോ, നാമി, ഊസോപ്പ്. അതിൽ ലൂഫി ഷിപ്പിലുണ്ടായിരുന്ന കാനൺ ബോൾസ് എടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഹേ ക്യാപ്റ്റൻ, അത് എന്റെ ജോലിയാണ് എന്ന് ഊസോപ്പ്. ഇപ്പൊ ലൂഫി സോറോയെ വിളിക്കുന്ന സമയത്ത് സോറോ ഭയങ്കരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് സോറോയുടെ ഒരു ചെറിയ പാസ് കാണിക്കുന്നത്. സോറോ കുട്ടിയായിരുന്ന സമയത്ത് താമസിച്ചിരുന്നത് ഈസ്റ്റ് ബ്ലൂവിലെ ഷിമോട്സുകി വില്ലേജ് എന്ന് പറയുന്ന ഒരു കുട്ടി വില്ലേജിലാണ്. അവിടെ ഒരു ചെറിയ ഡോജോ ഉണ്ട്. ഡോജോ എന്ന് പറഞ്ഞാൽ കുട്ടികളെ വാള് വെച്ച് ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ച് അവര് വലുതാക്കി എടുക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ കുട്ടി സോറോയ്ക്ക് ഇപ്പോ അവിടെ പോയിട്ട് ചേരാൻ നല്ല ആഗ്രഹമുണ്ട്. സോറോ അവിടെ ചെന്ന് അവിടുത്തെ മാസ്റ്റർ ആയിട്ടുള്ള കുഷിരോയോട് തനിക്ക് അവിടെ ചേരണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന് ലീഡർ കുഷിരോ പറയുന്നത് തന്റെ മകളായിട്ടുള്ള കുയിനയുടെ കൂടെ സോറോ ഫൈറ്റ് ചെയ്യണം, അതിൽ ജയിച്ചാൽ നിനക്ക് അവിടെ നിൽക്കാം. ആ ഡോജോയിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ളതും നല്ല സോർട്സ്മാനുമാണ് കുയിന. അങ്ങനെ സോറോ അവളുടെ കൂടെ ഫൈറ്റ് ചെയ്തു. ആദ്യ ഫൈറ്റിൽ തന്നെ സോറോ തോറ്റുപോയി. പിന്നീട് അങ്ങോട്ട് സോറോ രാവെന്നോ പകലെന്നോ ഇല്ലാതെ, വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്തു. എന്തിന്? കുയിനയെ തോൽപ്പിക്കാൻ വേണ്ടി. സോറോ ഡോജോയിലുള്ള മുഴുവൻ പേരെയും തോൽപ്പിച്ചു. പക്ഷേ കുയിനയെ മാത്രം തോൽപ്പിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ കണ്ട് അവിടെയുള്ള കുട്ടികൾ വരെ അതിശയിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഡോജോയിലെ മാസ്റ്ററായിട്ടുള്ള കുഷിരോ മറ്റൊരാളോട് പറയും, എന്റെ മകൾ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവളൊരു പെണ്ണായതുകൊണ്ട് അവളെ ലീഡറാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അടുത്തത് ഈ ഡോജോയിലെ അടുത്ത് ലീഡർ ആവാൻ പോകുന്നത് സോറോയാണ്. കാരണം സോറോ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് ഇവിടെയുള്ള ആൾക്കാരെ മുഴുവൻ അവൻ തോൽപ്പിക്കും. ഇതൊക്കെ പുറത്തുനിന്ന് കേട്ടോണ്ടിരുന്ന കുയിന അവളുടെ അച്ഛനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. ഓൾറെഡി മനസ്സ് തകർന്നിരിക്കുന്ന കുയിനയുടെ അടുത്തേക്ക് സോറോ വന്ന് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറയുന്നു, അതും റിയൽ സോഡ് വെച്ച്. അങ്ങനെ കുയിന അവളുടെ റൂമിൽ പോയി അവളുടെ ഒറിജിനൽ സോഡ് എടുത്തിട്ട് വരും. അങ്ങനെ അവർക്കിടയിൽ നടക്കുന്ന 1vs1 മാച്ചിൽ സോറോ വീണ്ടും പരാജയപ്പെടുന്നു. ഇപ്പോ വീണ്ടും പരാജയപ്പെട്ട സോറോ നിലത്ത് കിടന്ന് ഒരുപാട് കരയുന്നു. അതിന് സോറോയോട് കുയിന പറയും, ഇപ്പൊ നീയല്ല കരയേണ്ടത്, ഞാനാണ്. നിന്നെയാണ് ഇനി അടുത്ത് ലീഡറാക്കാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്കത് കഴിയില്ല. നീയൊക്കെ സത്യത്തിൽ ഭാഗ്യവാനാണ്. ആണായി ജനിച്ചതുകൊണ്ട് നിനക്ക് സോർട്സ്മാൻ ആകാൻ കഴിയും, പക്ഷെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുയിന വളരെ സങ്കടത്തോടെ കരയുന്നു. ഇതിന് സോറോ അവളോട് പറയും, ഈ സോർട്സ് ഫൈറ്റിംഗിൽ ആൺ പെണ്ണൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് നിനക്കും സോർട്സ്മാൻ ആകാൻ കഴിയും. ഇപ്പോൾ നീ എന്റെ അടുത്ത് പ്രോമിസ് ചെയ്യ്, നമ്മൾ ഫ്യൂച്ചറിൽ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ സോർട്സ്മാൻ ആയി മാറും. അതിനുവേണ്ടി നമ്മൾ രണ്ടുപേരും ട്രെയിനിങ് ചെയ്യണം. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ട്രെയിനിങ് എടുക്കുന്നു. പക്ഷെ ഒരു ദിവസം തലയ്ക്ക് ആക്സിഡന്റ് പറ്റി കുയിന മരിച്ചു പോകുന്നു. ആ വിവരമൊക്കെ അറിഞ്ഞ് സോറോ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ അന്ന് മുതൽ സോറോ ഒരു കാര്യം തീരുമാനിക്കും, കുയിനയ്ക്ക് പകരം സോറോ ലോകത്തിലെ ഗ്രേറ്റസ്റ്റ് സോർട്സ്മാൻ ആയി മാറുമെന്ന്. അതിനുശേഷം സോറോ ഹാർഡായി ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി. ആ ഡോജോയിൽ തന്നെ ഏറ്റവും വലിയ ആൾക്കാരെ വരെ സോറോ തോൽപ്പിക്കാനായിട്ട് തുടങ്ങി. ശേഷം മാസ്റ്റർ കുയിനയുടെ വാൾ സോറോയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ 8 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം സോറോ ഒരുപാട് വളരുന്നു. 3 സോഡ് വെച്ച് ഫൈറ്റ് ചെയ്യാനും സോറോ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചതിന് ശേഷം പ്രസന്റിൽ ഊസോപ്പ് ദൂരെയുള്ള ഒരു പാറയ്ക്ക് നേരെ ലക്ഷ്യം വെച്ച് കാനൺ ബോൾ കൊണ്ട് ഫയർ ചെയ്യുന്നു. ഊസോപ്പ്, നീ അടിപൊളിയായിട്ട് ചെയ്തു, നീ തന്നെയാണ് നമ്മുടെ ഷിപ്പിലെ സ്നൈപ്പർ എന്ന് ലൂഫി. ശേഷം അവരെല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരിക്കും. അപ്പോൾ ലൂഫി പറയും, നമുക്ക് എന്തായാലും ഒരു ഷെഫിന് അത്യാവശ്യമാണ്. അപ്പോഴാണ് ജോണി എന്ന് പറയുന്ന ഒരുത്തൻ അവരുടെ ഷിപ്പിൽ കയറി ലൂഫി അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സോറോ എണീറ്റ് വന്ന് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്ന ജോണിയെ വിളിക്കുന്നു. കാരണം സോറോയ്ക്കും ജോണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്. ബിഗ് ബ്രദർ സോറോ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇത് നിങ്ങളുടെ കപ്പലാണോ എന്ന് ജോണി. സോറോ ജോണിയോട് ചോദിക്കുന്നു, നിന്റെ കൂടെയുള്ള യോസാക്കുയുടെ. അതിന് ജോണി, യോസാക്കു ഇപ്പൊ മരിക്കാനായ നിലയിലാണ്, അവൻ എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊരു പാറയുടെ പുറകിലിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ അതിനെ ഷൂട്ട് ചെയ്ത് ആ പാറ പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെയാണ് യോസാക്കുവിന്റെ ഇത് സംഭവിച്ചത്. ആ പാറ നേരത്തെ ആരാണ് പൊട്ടിച്ചതെന്ന് നമുക്കറിയാം, ലൂഫിയും ഊസോപ്പും. രണ്ടുപേരും അത് ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവനോട് സോറി പറയുന്നു. ശേഷം നാമി അവിടേക്ക് വന്ന് യോസാക്കുവിനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. യോസാക്കുവിന് സ്കർവി എന്ന് പറയുന്ന ഒരു രോഗമാണ്, അതായത് വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം. നാമി എന്നിട്ട് ഊസോപ്പിനോടും ലൂഫിയോടും കുറെ നാരങ്ങയെടുത്ത് അവന് കൊടുക്കാൻ പറയുന്നു. അങ്ങനെ യോസാക്കു റിക്കവർ ആവുന്നു. ഒരു പൈററ്റ് ക്രൂവില് നിർബന്ധമായിട്ടും ഒരു കുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ലൂഫി അവരോട് ചോദിക്കും, ഞങ്ങൾക്ക് ഒരു കുക്കിനെ കിട്ടുമെന്ന്. അതിന് ജോണി യാസോക്കും അവർക്ക് ഈസ്റ്റ് ബ്ലൂവിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ബറാട്ടെ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് കാണിച്ചു കൊടുക്കുന്നു. അവിടെ കിട്ടുന്ന ഫുഡ് അടിപൊളിയാണ്. ഇതൊക്കെ കേട്ടതോടെ ലൂഫി ആൻഡ് ക്രൂ അവിടേക്ക് പോകുന്നു. അവിടെ എത്തുന്നവർ കണ്ടത് കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പ്. ആ ഷിപ്പാണ് അവർ തേടി വന്ന റെസ്റ്റോറന്റ്. ഇതേ സമയത്താണ് അവർക്കെതിരെയായിട്ട് ഒരു മറൈൻ കപ്പൽ വരുന്നത്. മറൈൻ വന്നാ പിന്നെ എന്താ ചെയ്യാൻ നമുക്കറിയാം, പൈററ്റ്സിനെ അറ്റാക്ക് ചെയ്യും. അതുപോലെ
അതുപോലെ ഈ മറൈൻ ഷിപ്പിലുള്ള ക്യാപ്റ്റനായ ലഫ്റ്റനന്റ് ഫുൾ ബോഡി ലൂഫിയുടെ കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. ഈ ഒരു സമയത്ത് നാമിക്ക് കിട്ടിയ വാണ്ടർ പോസ്റ്ററിൽ ഒരു പോസ്റ്റർ മാത്രം ദേഷ്യത്തോടെ നാമി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും മറൈൻ അവരെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഷൂട്ട് ചെയ്തു വന്ന കാനൺ ബോൾ ലൂഫിയുടെ പവർ ഉപയോഗിച്ച് ലൂഫി ഇത് ഡിഫ്ലക്ട് ചെയ്ത് വിട്ടു. അത് നേരെ പോയി വീഴുന്നത് ആ റെസ്റ്റോറന്റിലേക്കാണ്. അങ്ങനെ ആ റെസ്റ്റോറന്റ് ഡാമേജ് ആവുന്നു. സെഫ് എന്ന് പറയുന്ന ഒരാളാണ് ഈ റെസ്റ്റോറന്റിന്റെ ഓണർ. അദ്ദേഹത്തിന്റെ ഈ റെസ്റ്റോറന്റ് ഡാമേജ് ആയതുകൊണ്ട് അത് ആരാണോ ചെയ്തത് അവരെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ പറയുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ലൂഫിയോട് ഉണ്ടാക്കിയ നാശനഷ്ടത്തിനെല്ലാം ഇനി 1 വർഷം ഇവിടെ ജോലി ചെയ്യണമെന്ന് പറയുന്നു. എനിക്ക് 1 വർഷമൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ചെയ്യാം, കാരണം ഞാൻ കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ പോകുന്നവനാണ്. അതുപോലെ എനിക്ക് കുറച്ച് ഡ്രീംസ് ഒക്കെ ഉണ്ട് എന്ന് ലൂഫി സെഫിനോട് തുറന്നടിച്ചങ്ങ് പറയുന്നു. ഇവിടെ ക്യാപ്റ്റൻ ഫുൾ ബോഡിയും അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു പുതിയ ക്യാരക്ടർ വരുന്നത്. ഇവന്റെ പേരാണ് സാഞ്ചി, ഈ റെസ്റ്റോറന്റിലെ മറ്റൊരു കുക്ക്. സാഞ്ചിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഫുഡ് വേസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇതറിയാതെ സാഞ്ചിയോടുള്ള ദേഷ്യത്തിന് ക്യാപ്റ്റൻ ഫുൾ ബോഡി അവിടെയുള്ള ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ട സാഞ്ചിക്ക് സഹിക്കോ ഇല്ല. ഫുൾ ബോഡിയെ സാഞ്ചി കാലുകൊണ്ട് കറക്കി എടുത്ത് അടിക്കുന്നു. ഇവിടെ ലൂഫിയെ സെഫ് എടുത്ത് അടിക്കുന്നുണ്ട്. കാരണം ലൂഫി ഓൾറെഡി പറഞ്ഞല്ലോ തനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. ഈ ഒരു സമയത്ത് തന്നെ നാമി, സോറോ, ഊസോപ്പ് 3 പേരും റെസ്റ്റോറന്റിലേക്ക് വരുമ്പോൾ കാണുന്നത് ഫുൾ ബോഡിയെ സാഞ്ചി എടുത്ത് അടിക്കുന്നതാണ്. സാഞ്ചി എന്നിട്ട് ഫുൾ ബോഡിയോട് പറയും, നീ നിന്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രാവശ്യം പോലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോഴാണ് കപ്പലിലെ മറ്റൊരു കുക്ക് സാഞ്ചി ഫുൾ ബോഡിയെ പിടിച്ചിരിക്കുന്നത് കാണുന്നത്. അവൻ വന്ന് സാഞ്ചിയോട് നമ്മൾ കസ്റ്റമേഴ്സിനോട് റെസ്പെക്ട് ചെയ്യണം, നമ്മുടെ കസ്റ്റമേഴ്സിനെ അങ്ങനെ തല്ലാനൊന്നും പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ബോഡിയെ സാഞ്ചി വിടുന്നു. ഇപ്പൊ മുകളിലുള്ള ഫ്ലോർ തകർന്ന് സെഫും ലൂഫിയും താഴേക്ക് വീഴുന്നു. എന്താടാ നീ ചെയ്തു വെച്ചിരിക്കുന്നേ, ഇതും പൊളിച്ചോ എന്ന് സെഫ് ലൂഫിയോട് ചോദിക്കുന്നു. ഡോ കിളവാ, ഇത് നിങ്ങൾ ചവിട്ടിയപ്പോ തകർന്നതാണ്, അല്ലാതെ ഞാനൊന്നുമല്ല എന്ന് ലൂഫിയും. ഇപ്പോഴാണ് താഴെ നടന്ന പ്രശ്നങ്ങളൊക്കെ സെഫ് അറിയുന്നത്. അങ്ങനെ സെഫ് ആദ്യം സാഞ്ചിക്കിട്ട് ഒരു ചവിട്ട് കൊടുത്തു. ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ട് ഫുൾ ബോഡിയെയും ചവിട്ടുന്നു. ഈ ഒരു സമയത്ത് മറൈനിലെ മറ്റൊരു സോൾജർ വന്ന് ഫുൾ ബോഡിയോട് പറയുന്നു അവർ പിടിച്ചു വെച്ച ഒരു പൈററ്റ് ചാടിപ്പോയി എന്ന്. ഈസ്റ്റ് ബ്ലൂവിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്രീഗ് പൈററ്റിലെ ഒരു മെമ്പറാണ് അവൻ. പെട്ടെന്ന് ആ വന്ന് പറഞ്ഞ സോൾജറിനെ ആരോ ഷൂട്ട് ചെയ്തു. ഇവന്റെ പേരാണ് ജിൻ. ഇവനെയാണ് അവർ പിടിച്ചു വെച്ചതും നേരത്തെ ചാടിപ്പോയതും. 3 ദിവസം അവരിവന് ഒന്നും തിന്നാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ വന്ന് അവന് ഫുഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ അവന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് അവനെ അടിച്ച് പുറത്താക്കും. പക്ഷെ സാഞ്ചി അവനോട് ആര് വന്ന് ഫുഡ് ചോദിച്ചാലും സാഞ്ചി എടുത്ത് കൊടുക്കും. അങ്ങനെ സാഞ്ചി ഫുഡ് ഉണ്ടാക്കി ജിന്നിന് കൊടുക്കുന്നു. ആദ്യമൊന്നും ജിൻ ആ ഫുഡ് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ജീവിച്ചിരിക്കണമെങ്കിൽ അത് തിന്നേ പറ്റൂ. അതുകൊണ്ട് ജിൻ ആ ഫുഡ് എടുത്ത് തിന്നുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൂഫി ഇരുന്ന് കാണുന്നുണ്ട്. ലൂഫി അങ്ങനെ സാഞ്ചിയിൽ ഇംപ്രസ്ഡ് ആയി അവനാണ് അവരുടെ പുതിയ കുക്ക് എന്ന് പറയുന്നു. പക്ഷെ സാഞ്ചി അതിന് സമ്മതിക്കില്ല. നീ പറ, ഒരു റീസൺ പറ, എന്റെ ക്രൂവിൽ വന്ന് ചേരാതിരിക്കാനുള്ള ഒരു റീസൺ പറ. അതിന് സാഞ്ചി, നിന്നോട് ഞാൻ അതൊക്കെ പറയാൻ നീ ആരാ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻ അവിടുന്ന് തന്റെ കപ്പലിലേക്ക് പോവാണെന്ന് പറയുന്നു. അവിടെ നിന്ന് ജിൻ അവന്റെ ഷിപ്പിലേക്ക് പോകുന്നു. ഷിപ്പിലേക്ക് തിരിച്ചെത്തുന്ന ജിൻ ക്യാപ്റ്റനെ കാണുന്നു. ഇയാളുടെ പേരാണ് ഡോൺ ക്രീഗ്, ക്രീഗ് പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ. ഇത്രയും ദിവസം ജിൻ എങ്ങനെ പട്ടിണി കിടന്നോ അതുപോലെ ക്രീഗ് പൈററ്റ്സിലെ എല്ലാ മെമ്പേഴ്സും പട്ടിണി കിടക്കായിരുന്നു. അതിന് കാരണം അവർ ഇത്രയും ദിവസം ഗ്രാൻഡ് ലൈനിലായതുകൊണ്ട് അവരുടെ ഫുഡെല്ലാം അവിടെ വെച്ച് തീർന്നു. അങ്ങനെ അവിടെ സർവൈവ് ചെയ്യാൻ കഴിയാതെ അവർ തിരിച്ചു വന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഡോൺ ഗ്രീക്കിനോട് ജിൻ പറയും, ക്യാപ്റ്റൻ നിങ്ങൾക്ക് ഞാൻ ആ റെസ്റ്റോറന്റ് കാണിച്ചു തരാം. ഇവിടെ ലൂഫി ഇപ്പോൾ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ സാഞ്ചിയുടെ ഒരു വീക്ക്നെസ് ആണ് ഗേൾസ്. അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നാമിയുടെ അടുത്തേക്ക് ചെന്ന് സാഞ്ചി അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് ചുറ്റിക്കറങ്ങുന്നു. ഇപ്പൊ നാമി സാഞ്ചിയോട് പറയുന്നു, ഇവിടെയുള്ള ഫുഡൊക്കെ അടിപൊളിയാണ്, പക്ഷേ കുറച്ച് അല്പം കോസ്റ്റ്ലിയാണ്. ഓ അതാണോ കാര്യം, എന്നാൽ നിങ്ങൾ ഇതിനു വേണ്ടി പൈസ തരണ്ട, നിങ്ങൾക്കിത് ഫ്രീ ആണ്. അത് കേട്ട് ഊസോപ്പ് തുള്ളിച്ചാടും. പക്ഷെ സാഞ്ചി പറയും, നിങ്ങൾക്ക് മാത്രം, ബാക്കിയുള്ളവർക്കല്ല. ഇങ്ങനെ വളരെ ഹാപ്പിയോടെ പോയിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് ക്രീഗ് പൈററ്റിലെ ഡോൺ ക്രീഗ് വരും. പക്ഷെ അയാൾ അവിടേക്ക് വന്നത് അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാനൊന്നുമല്ല, കുറച്ച് ഫുഡ് വാങ്ങാൻ വേണ്ടിയാണ്. എന്നാൽ അവനൊരു ക്രിമിനലായ പൈററ്റ് ആയതുകൊണ്ട് ഷെഫ് ഒന്നും അവന് ഫുഡ് കൊടുക്കില്ല. എന്നാലും ക്രീക്ക് നിലത്ത് കിടന്ന് അവരോട് ഫുഡിന് വേണ്ടി കെഞ്ചു. അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഇവനെ മറൈനിന് പിടിച്ചു കൊടുക്കാം, എന്നാൽ കുറെ പേർക്ക് സമാധാനമാവും, ജനങ്ങളൊക്കെ രക്ഷപ്പെടും എന്നൊക്കെയാണ്. പക്ഷെ ഫുഡ് ചോദിക്കുന്നവരെ സാഞ്ചി ഒരിക്കലും മടക്കി അയക്കാറില്ല. സാഞ്ചി കുറെ ഫുഡ് എടുത്തു കൊണ്ടുവന്ന് ക്രീഗിന് കൊടുക്കുന്നു. കുറെ ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന ക്രീഗ് ആർത്തിയോടെ ആ ഫുഡെല്ലാം കഴിച്ച് വീണ്ടും അവന്റെ സ്ട്രെങ്ത് എല്ലാം തിരിച്ചു വന്ന സമയത്ത് ഫുഡ് കൊടുത്ത സാഞ്ചിയെ തന്നെ അടിച്ചു തെറിപ്പിക്കുന്നു. ഡോൺ, നിങ്ങൾ ഇവരെയൊന്നും ചെയ്യില്ല എന്നല്ലേ എനിക്ക് സത്യം ചെയ്തത്, അതുകൊണ്ട് ഇവരെ വെറുതെ വിട്ടേക്ക്, നമുക്ക് തിരിച്ചു പോവാം എന്നും പറഞ്ഞ് ജിന്ന് ഡോണിനെ തടയുന്ന സമയത്ത് ഡോൺ ജിന്നിനെ തൂക്കിയെടുത്ത് എറിയുന്നു. ശേഷം ഡോൺ ഗ്രീക്ക് പറയും, എന്റെ കപ്പലിൽ 100-ന് മുകളിൽ ആൾക്കാരുണ്ട്, അവരൊക്കെ വിശന്ന് മരിക്കാറായ അവസ്ഥയിലാണ്, കുറെ പേര് ഇപ്പോഴേ മരിച്ചു, അതുകൊണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി തരണം. എന്താ അല്ലേ, ഒരു കപ്പലിൽ സഹായം ചോദിച്ച് കയറി വരുന്നു, എന്നിട്ട് ഫുഡ് കഴിച്ച് സ്ട്രെങ്ത് കിട്ടിയ സമയത്ത് ഫുഡ് കൊടുത്ത ആളെ തന്നെ അടിച്ചു തെറിപ്പിക്കുന്നു. ഇപ്പോൾ റെസ്റ്റോറന്റിലുള്ള എല്ലാ ഷെഫും പറയും അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല എന്ന്. അത് കേട്ട് ഡോൺ ഗ്രീക്ക് പറയാണ്,
നിങ്ങളിപ്പോ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും ഞാനിപ്പോ കൊല്ലും. ഇപ്പോൾ അവിടേക്ക് വരുന്ന സെഫ് ക്രീഗിന്റെ അടുത്തേക്ക് ഒരു വലിയ പാക്കേജ് എറിഞ്ഞു കൊടുക്കുന്നു. ഇതിൽ 100 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ഇതെടുത്തിട്ട് എന്റെ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിപ്പോ. സെഫിനെ കണ്ട ക്രീഗ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. നിങ്ങൾ റെഡ് ഫുഡ് സെഫ് അല്ലേ?